ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം കെമിസ്ട്രിയുടെ ഒരു ടോപ്പിക്കാണ് ഐഗൻ ഫങ്ഷൻസ് ആൻഡ് ഐഗൻ വാല്യൂസ്. ഒരു ക്വസ്റ്റിലൂടെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഐഗൻ വാല്യൂ. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 ഡി ക്യാപ് ഡിവൈഡഡ് ബൈ ഡി എക്സ് പ്ലസ് 3. ഇവിടുത്തെ ഫംഗ്ഷൻ ഇ റേസ് ടു ആൽഫ എക്സ്. ഇതൊരു +2 ലെവൽ പഠിച്ചിരിക്കുന്ന ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് നോക്കാം, ക്വാണ്ടം കെമിസ്ട്രി പഠിക്കുമ്പം പറയുന്ന ടേമുകളാണ് ഐഗൻ വാല്യൂ, ഐഗൻ ഫംഗ്ഷനും. എന്താണ് ഐഗൻ വാല്യൂയും ഐഗൻ ഫംഗ്ഷനും നമുക്ക് നോക്കാം. ഒരു ജനറൽ ഫോർമുല എഴുതാം. എ ക്യാപ് സൈ ഈസ് ഈക്വൽ ടു എ സൈ. ഇതൊരു ഫംഗ്ഷനാണ് അല്ലേ. എ ക്യാപ്പ് എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ, സൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. എ ക്യാപ് ഓപ്പറേറ്റർ, സൈ ഫംഗ്ഷൻ ആൻഡ് സ്മോൾ ലെറ്റർ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. ഇവിടെ നോക്കിയേ, എ ക്യാപ്പ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കൊണ്ട് സൈ എന്ന ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയത് ആ ഫംഗ്ഷൻ തന്നെ കിട്ടി, ഒപ്പം തന്നെ ഒരു കോൺസ്റ്റൻറ്റും കിട്ടി. ഇതിനെയാണ് ഐഗൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷനെ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെയും ഒപ്പം അതിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റും കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഐഗൺ ഫംഗ്ഷൻ. ഇനി ഇവിടുത്തെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണോ കോൺസ്റ്റൻറ്റ് അതിനെയാണ് അവിടെ ഐഗൻ വാല്യൂ എന്ന് പറയുക. കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂ. എസ് ക്ലിയർ? അപ്പം ഓപ്പറേറ്റർ, ഫംഗ്ഷൻ, കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂ, ഈ പിന്നെ ആ ആ ഫംഗ്ഷൻ തന്നെ കിട്ടുക. ഇതാണ് ഒരു ഐഗൻ ഫംഗ്ഷൻ്റെ ബേസിക് ഫോർമാറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഓപ്പറേറ്ററും തന്നിട്ടുണ്ട്, ഫംഗ്ഷനും തന്നിട്ടുണ്ട്. ഈ ഓപ്പറേറ്റർ നമുക്ക് തന്നിരിക്കുന്ന ഓപ്പറേറ്റർ ഈ എഴുതിയിരിക്കുന്ന ആ ജനറൽ ഫോർമുല ക്ലിയർ ചെയ്യുവാണ്. യെസ്, നമുക്ക് തന്നിരിക്കുന്ന ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഈ ഫംഗ്ഷനെ ഓപ്പറേറ്റ് ചെയ്യുമ്പം ഐഗൻ വാല്യൂ ആണോ ഐഗൻ വാല്യൂ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഐഗൻ ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഡെറിവേഷനാണ്, +2 ലെവലുള്ള ഡെറിവേഷനാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. യെസ്, ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2d ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് പ്ലസ് 3. ഇതാണ് ഇവിടുത്തെ ഓപ്പറേറ്റർ. ഇനി ഫംഗ്ഷൻ ഇൻറ്റു ഇ റേസ് ടു ആൽഫ റേസ് ടു എക്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡി എക്സ് സ്ക്വയർ ഇ റേസ് ടു ആൽഫ റേസ് ടു എക്സ് പ്ലസ് 2 ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 3 ഇ റേസ് ടു ആൽഫ എക്സ്. ഇനി ഇവിടെ ഫസ്റ്റ് ടേമിനകത്ത് ഡി ക്യാപ് സ്ക്വയർ ഉണ്ട്. ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ. അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇ റേസ് ടു ആൽഫ എക്സ്. ആൽഫ ഇ റേസ് ടു ആൽഫ എക്സ് ബ്രാക്കറ്റ് ക്ലോസ് പ്ലസ് 2 ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 3 ഇ റേസ് ടു ആൽഫ എക്സ്. ഇനി ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ ഇ റേസ് ടു ആൽഫ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്ന ടൈം കിടക്കുക അല്ലേ. ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പം ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെ, ഒപ്പം തന്നെ ഇവിടെ ഒരു ആൽഫയും കൂടെ ഉണ്ടല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? ഇ റേസ് ടു ആൽഫ എക്സിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴത്തേക്കും ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു ആൽഫ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ആൽഫ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആൽഫ ആയിരിക്കും. ഓക്കെ, ഇവിടെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡി ആൽഫ എക്സ് ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ വരും? ആൽഫ ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം ആൽഫ ഇൻറ്റു 1 വരും. അപ്പോൾ 1 വരും. അപ്പോൾ ഇങ്ങനെ നോക്കാം. ഡി ക്യാപ് ഡിവൈഡഡ് ബൈ ഡി എക്സ്, അപ്പം ഇതിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ഡി ക്യാപ് ഡിവൈഡ് ഡി എക്സ് ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ്. ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ
ആൽഫ ഇ റേസ് ടു ആൽഫ എക്സ് തന്നെ, സോറി, ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് 2 ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ്. ഇവിടെയും അതുപോലെ തന്നെ ഏതാണ് ചെയ്യേണ്ടത്? ഇ റേസ് ടു ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇൻറ്റു ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ. അപ്പോൾ അങ്ങനെ വരും, 2 കോൺസ്റ്റൻ്റ് ആണ്, 2 ഇൻറ്റു ഇ റേസ് ടു ആൽഫ റേസ് ടു എക്സ് ഇൻറ്റു ആൽഫ പ്ലസ് ഇവിടെ ഡിഫറൻഷ്യൽ ഒന്നുമില്ല, 3 ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ടൈമിനകത്ത് വീണ്ടും ഒരു ഡിഫറൻഷ്യൽ ഉണ്ട്, കാരണം ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ ആയതുകൊണ്ട്. ബാക്കി ഒന്നിനകത്തും സെക്കൻഡ് ടൈമിനകത്തും തേർഡ് ടൈമിനകത്തും ഇനി ഡിഫറൻഷ്യൽ ഇല്ല. യെസ്, ആ ഡിഫറൻഷ്യൽ കൂടെ ചെയ്ത് നോക്കാം. സെയിം തന്നെയാണ്. ആൽഫ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് കോമൺ ആയിട്ട് എടുത്തു. ആൽഫ ഇൻറ്റു ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 2 ആൽഫ ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ്. ഇനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ കാണുക. ഡിഫറൻഷ്യൽ എന്ന് പറയുമ്പം ആൽഫ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു ആൽഫ എക്സിൻ്റെ ഡിഫറൻഷ്യൽ ആൽഫ പ്ലസ് 2 ആൽഫ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ്. നോക്കിയേ, ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 2 ആൽഫ ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ് പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ്. മൂന്നിനകത്തും കോമൺ ഉള്ളത് ആൽഫ ഇ റേസ് ടു ആൽഫ എക്സ് ആണ്. കോമൺ എടുക്കുക. ഇ റേസ് ടു ആൽഫ എക്സ് കോമൺ എടുത്തു. ആൽഫ സ്ക്വയർ 2 ആൽഫ പ്ലസ് 3. ഇതാണ് ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക. നമ്മുടെ ഓപ്പറേഷൻ ഏതായിരുന്നു നോക്കുന്നുണ്ടോ? ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 ഡി ക്യാപ് ഡിവൈഡ് ഡി എക്സ് പ്ലസ് 3. ഇതാണ് ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്ററിനെ ഇ റേസ് ടു ആൽഫ എക്സ് കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്, അല്ലേ? ഇ റേസ് ടു ആൽഫ എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. കിട്ടുന്നത് എന്തായിരിക്കും നോക്കിയേ? കിട്ടുന്നത് യെസ്, ഇ റേസ് ടു ആൽഫ എക്സിനാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡി ക്യാപ് സ്ക്വയർ ഡിവൈഡ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 ഡി ക്യാപ് ഡിവൈഡ് ബൈ ഡി എക്സ് പ്ലസ് 3. ഇതിനെ ഇ റേസ് ടു ആൽഫ എക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 3 ഇൻറ്റു ഇ റേസ് ടു ആൽഫ എക്സ്. ഇവിടുത്തെ ഫംഗ്ഷനും ഈ ഫംഗ്ഷനും സെയിം ആണ്, അല്ലേ? അപ്പോൾ ഇത് ഐഗൺ ഫംഗ്ഷനാണ്. ഇവിടുത്തെ ഐഗൺ വാല്യൂ ഏതായിരിക്കും? ഇതായിരിക്കും ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ഇതാണ് കോൺസ്റ്റൻറ്റ്, ഐഗൺ വാല്യൂ. യെസ്, ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 3. ഓക്കെ, താങ്ക് യു.